എടീ, അച്ചുമാഷിന്റെ മോനുമായിട്ട് നിനക്കെന്താ ബന്ധം? പറയടി, എടി പറയാൻ. എനിക്കിഷ്ടം. ഈ തല്ലെന്തിനാണെന്ന് നിനക്കറിയോ? പഠിക്കുന്ന പ്രായത്തിൽ പ്രേമിച്ചതിന് ഒരു പൊടിക്കും കൂടി വലുതാകുമ്പോ അച്ഛൻ തന്നെ നിന്നെ കെട്ടിച്ചയക്കാം. എന്നിട്ട് നീ ഇഷ്ടം പോലെ പ്രേമിച്ചോ? എന്താ അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ടോ? അതിനിരുന്ന് പഠിച്ചോ. പ്രേമിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. പറയില്ലല്ലോ. അച്ഛന്റെ വായന ഇത്രയും കേട്ടാ മതി. ഈ പ്രേമം ഒരു മഹാസംഭവമാക്കി ഞാൻ കൊടുമ്പിരി കൊള്ളിച്ചോളാം. സംഭവം കൊള്ളാം, പക്ഷെ അത്ര കൊടുമ്പിരി കൊള്ളിക്കണ്ട. ദുഷ്യന്തൻ എന്നാണ് പേരെങ്കിലും ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹം നമുക്ക് വേണ്ട കേട്ടോ ദുഷ്യന്ത. അച്ചുമാഷേ, പ്രേമത്തിന്റെ കാര്യമായതുകൊണ്ട് മാത്രം ഈ ദുഷ്യന്ത എന്നുള്ള വിളി ഞാൻ കേൾക്കുന്നു. ഇല്ലെങ്കിലും ഞാൻ കേൾക്കും. കേട്ടല്ലേ പറ്റൂ. മോനെ ദുഷ്യന്ത, എന്തോ ഞാനും രാവുണ്ണിയും തമ്മിലുള്ള സ്നേഹബന്ധം നിങ്ങളുടെ പ്രണയം കാരണം തകർന്നു തരിപ്പണമാവരുത്. എനിക്ക് സമൂഹ മധ്യത്തിൽ നമ്രശ്രേഷ്ഠനായി നടക്കാൻ ഇടവരുത്തരുത്. ചുരുക്കി പറഞ്ഞാൽ ഈ കുടുംബത്തിന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും നിരക്കാത്ത രീതി നീ പ്രവർത്തിക്കരുത്. അച്ഛൻ ഈ സാഹിത്യം ഒഴിവാക്കിയിട്ടൊന്ന് പറഞ്ഞേ. ആ പെങ്കുച്ചനെ നീ കണ്ണീര് ഉടുപ്പിക്കരുത്. ഇല്ലച്ച, ഒരിക്കലും ഇല്ല. നീ സാമ്പാറിന് കടുവർക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. എല്ലാ കുഴപ്പം താൻ ഉണ്ടാക്കിയതാ. കൊച്ചുവെളുപ്പാൻ കാലത്ത് അവളുടെ ഒരു തമാശ. എന്നായാലും ഒരു ദിവസം എല്ലാരും അറിയണതല്ലേ ഏത് ദുഷ്യന്തന് ശകുന്തളയോട് പ്രേമാണെന്നുള്ളത്. എടി ദുഷ്യന്തൻ നിന്റെ എടി, ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് ഞെട്ടി പഴുപ്പിച്ചുണ്ടാക്കേണ്ട കാര്യമല്ല. ഓ പിന്നെ, ഇത് ഞെക്കി പഴുപ്പിച്ചൊന്നുമല്ല, ശരിക്കും പഴുത്ത് തന്നെയാ. ഒന്ന് തൊട്ട് നോക്കി. അത്ര പഴുത്തിട്ടൊന്നുമില്ല, ഒരു കണ്ണിമാങ്ങ പരുവത്തിലായതേ ഉള്ളൂ. ദുഷ്യന്ത, ഞാനൊരു വീക്ക് വെച്ച് തന്നാണ്ടല്ലോ. ദുഷ്യന്തൻ നിന്റെ ഇനി ഞാൻ വിളിക്കൂല വിളിക്കൂല വിളിക്കൂല. ദുഷ്യന്തൻ 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 കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപ്പടി കട്ടിപ്പൂടിടാ. ചേച്ചി കഴിഞ്ഞ എന്ത് കഴിഞ്ഞോന്ന്? ഗോതമ്പ് പൊടിച്ചു കഴിഞ്ഞോന്ന്. അത് എത്ര നേരം പൊടിച്ചു വെച്ചിരിക്കുന്നു? കാശ് വന്നിട്ട് എടുത്തോണ്ട് പോടാ. അല്ല ചേച്ചി, നമ്മുടെ സഖാവ് ചെത്തുകാരൻ കണാരൻ ചേട്ടൻ വരാറുണ്ടോ? കണാരേട്ടൻ വരാറുണ്ട്, പോവാറുണ്ട്. അതിന് നിനക്കെന്താ കാര്യം? എനിക്കെന്ത് കാര്യം? കണാരേട്ടൻ വന്നാൽ കണാരേട്ടനല്ലേ കാര്യം? എന്താ? അല്ല, വെറുതെ വിശേഷം ചോദിച്ചെന്നുള്ളൂ. കണാരേട്ടനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അല്ല, കണ്ടപ്പോ ഓടൂലേ? കണാരേട്ടനോ? അല്ല, ഞാൻ കാശ് കൊടുക്കാനുള്ളതുകൊണ്ട്. കണാരേട്ടൻ നിന്നെ അന്വേഷിച്ചോണ്ട് നടക്കണ്ട്. ഈ കണാരേട്ടനൊന്നും ബുദ്ധിയില്ലട്ടാ. എന്തിനാണ് എന്നെ അന്വേഷിക്കണേ? എന്റെ കയ്യിൽ കാശില്ലെന്ന് അറിഞ്ഞൂടെ? നീ അങ്ങേരുടെ മുന്നിലൊന്നും ചെന്ന് പെടണ്ട. ചേറ്റുകത്തോണ്ട് നിന്റെ കയ്യും കാലും അരിഞ്ഞിടും. ചേച്ചി വിചാരിച്ച അതൊന്നും ഒഴിവാക്കി കിട്ടും. ഞാൻ വിചാരിച്ചിട്ട് എന്റെ കടം പോലും ഒഴിവാക്കി കിട്ടിയിട്ടില്ല. അപ്പൊ ചേച്ചിയും കട, കണാരേട്ടനും കട. പോടാ അവിടുന്ന്. അപ്പൊ ശരി ചേച്ചി. കാശ് വെച്ചിട്ട് പോടാ. കാശ് വെക്കാനും? ഇത് ഗോതമ്പൊടിയല്ലേ? അതെന്നെയാ പറഞ്ഞത്, ഗോതമ്പ് പൊടിച്ച് എന്റെ കാശ് വെച്ചിട്ട് പോവാൻ. ചേച്ചി, അത് നീ എനിക്ക് എത്ര തരാണ്ടെന്ന് അറിയാലോ. ചേച്ചിയോട് ഞാൻ പലതവണ പറഞ്ഞത് എഴുതി വെക്ക് എനിക്ക് മറന്നു പോകുന്നു. ഇപ്പൊ തന്നെ മറന്നു പോയില്ലേ? എനിക്ക് എല്ലാവരും കിടന്ന് ഓർത്തു വെക്കാൻ പറ്റൂ. എന്നാ ഞാൻ മറന്നിട്ടില്ല. പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചത്? മോനെ നീല, ഇപ്പൊ പൊടിച്ചതിന്റെ 5 രൂപയും കൂടി ചേർത്ത് 85 രൂപ തരാനുണ്ട്. അപ്പൊ പഴയ 80 അവിടെ നിൽക്കട്ടെ, ഇപ്പോഴത്തെ 5 തരാം. എന്നത്താ? അല്ല, ഇപ്പോഴല്ല, ഞാൻ ഈ ഗോതമ്പൊടി കൊണ്ട് പലചരക്കടെ കൊടുത്തിട്ട് അവിടുന്ന് കാശ് വാങ്ങിച്ചിട്ട് ചേച്ചി കൊണ്ടുവന്നേരാം. വരട്ടെ? അല്ല, കാണാനും ഉള്ള വഴിക്ക് പോണ്ടെന്ന് പറയാ. നല്ല മണിക്കാത്ത കുറ്റിക്കാടായിരുന്നു. അതൊക്കെ വെട്ടി നിരപ്പാക്കി തെങ്ങും കമ്പൊക്കെ വെച്ച് അത്യാവശ്യ കാര്യം കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. പാമ്പേ നീ കൊത്തരുതിപ്പോൾ, തേങ്ങേ നീ വീഴരുതിപ്പോൾ, ആരാന്റെ തെങ്ങും മേലൻ ജീവന്റെ ജീവനിരിപ്പു. പാമ്പേ, മലം പാമ്പേ. പാമ്പല്ലായിരുന്നു, പേടിച്ചു. പാമ്പേ നീ കൊത്തരുതിപ്പോൾ, തേങ്ങേ നീ വീഴരുതിപ്പോൾ, ആരാന്റെ തെങ്ങിൻ മേലൻ ജീവന്റെ ജീവനിരിപ്പു.
അമ്മച്ചി കാശെടുത്തേ എന്റെ കാശെടുത്തേ കാശായിരുന്ന അയ്യോ അത് അവിടെ വെച്ച് പറഞ്ഞാൽ പോരായിരുന്ന കാശെടുക്കണം കാശ് ഞാൻ ഇതിന്റെ അകത്ത് ഇട്ടിരിക്കാണ് ആരും കാണാതിരിക്കും ഇത് പിടിച്ചേ പിടിക്കേ അത് ശരി കേട്ടാ കുറച്ച് വെള്ളം എടുത്തോ വെള്ളം ഒരു ഗ്ലാസ് വെള്ളോ ഇതെന്തിനാ കുടിക്കാൻ കുടിക്കാനല്ല ഈ വേണ്ട ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം ഗോതമ്പൊടി എന്തേ അത് കണാരം കൊണ്ടുവരും ബക്കറ്റ് മേടിച്ചൊക്കെ മറക്കണ്ട മനസ്സിലായോ ഇത് നമ്മുടെ കണാരനല്ലേ നിനക്കിത് എന്ത് പറ്റിയടാ ഒരുമാതിരി വർത്താനം പറഞ്ഞു കേട്ടോ എവിടെയാണ് നാറി നാറിയോ ആ നിങ്ങൾ മോനെയായി ചോദിച്ചത് കടം വാങ്ങിയ കാശ് ചോദിച്ചാ ഈ പരുവാക്കിയത് കണ്ണി പൊടിയിട്ട് മുങ്ങുകളില്ല അപ്പാട്ടി നീലാണ്ടിന്റെ കാര്യമാണോ പറയണേ അല്ല അവന്റെ അപ്പന്റെ കാര്യം വിളിക്കണ്ടവനെ ഇറക്കി വിട്ടില്ല സ്വഭാവം മാറും ഇറക്കി വിടാൻ ഓനവിടെ ഉണ്ടായിട്ട് വേണ്ടേ ഓ പുറകിൽ കൂടെ മുങ്ങി ഓ എന്നാ പിന്നാലെ ഓടായിരുന്നില്ലടോ അത് പിന്നെ ഞമ്മ മീൻ നിനക്ക് കിട്ടാനല്ലേ കുറച്ച് പൈസ ഓനേത് ദുര്യാവിന്റെ ഉള്ളിൽ പോയി വിളിച്ചാലും പടച്ചോനാണ് ഓനെ ഞമ്മളെ പോകും ഇങ്ങനൊരു നാറിയുടെ കൂടെയാണോ നീ ജീവിക്കുന്നത് വരുമ്പോ പറഞ്ഞേക്ക് അവന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഈ അവനെ കണ്ട എന്ത് പറയാം അത് ഞമ്മളെ എന്താണ് വേറെന്താ മീനുള്ളത് അതിലുണ്ട് ആകുലുണ്ട് ചെമ്മീനുണ്ട് കരിമീനുണ്ട് പച്ചക്കില് തള്ളക്ക് തരൂല നീ എന്താ അങ്ങനെ പറയുന്നേ തരാനുള്ള കാശ് വെക്കണല്ലേ എന്നിട്ട് മീൻ മേടിച്ച് മുഴുങ്ങ് കയ്യിൽ കാശില്ലെങ്കിൽ എന്താണ് വയസ്സാം കാലത്ത് തള്ളയുടെ പൂതിക്ക് ഒരു കുറവുമില്ല ചാള ചാളേ 2 3 4 5 മുതലാളി 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 എന്താടോ കാര്യം ഓ സന്തോഷായി ഓഹോ അപ്പൊ താൻ സന്തോഷായി എന്ന് പറയാൻ വേണ്ടി വന്നതാ മുതലാളി എന്റെ ജീവൻ അപകടത്തിലാ അത് നീ ജനിച്ച അന്ന് മുതലേ അപകടത്തിലല്ലേ ജോലിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇവിടെ നിക്കണ്ട പോയിക്കോ അതല്ല മുതലാളി എനിക്കൊരു 100 രൂപ വേണം 100 രൂപ കിട്ടിയാൽ നിന്റെ ജീവൻ രക്ഷപ്പെടുവോ ഫുള്ളായിട്ട് രക്ഷപ്പെടൂല ലേശം രക്ഷപ്പെടും സുമിത്രേ ഒരു 100 രൂപ എടുത്തു കൊടുത്തേ മോളെ 5ഉം 10ഉം ആയിട്ട് തന്നാ മതിയേട്ടാ ഇല്ല അപകട അപ്പോ 100 രൂപ ഒരുമിച്ച് വേണ്ടേ അല്ല മുതലാളി 5ന്റെയും 10ന്റെയും ചേഞ്ച് ആയിട്ട് തന്നാ മതി എന്ന് പറഞ്ഞതാ നാട്ടുകാർക്ക് പിരിച്ചു കൊടുക്കാനുള്ള കാശാ 1 2 3 ഇങ്ങോട്ട് കൊണ്ടുവാ ഇത് ഞാൻ മറക്കൂല മുതലാളി താൻ മറന്നാലും ഞാൻ മറക്കില്ലടോ ഈ 100 ഉറുപ്പിക അടക്കം 5750 ഉറുപ്പികയാണ് ഇപ്പൊ തന്റെ പറ്റ് അപ്പൊ 10,000 രൂപയാകാൻ ഇതിന്റെ കൂടെ എത്ര കൂട്ടണം 4250 രൂപ കൂടി കൂട്ടിയാൽ 10000 രൂപയാവും അപ്പൊ ആ 4250 എനിക്ക് അപ്പൊ തരും നിനക്ക് എപ്പ വേണം നീ ആലോചിച്ച് പറ വേണ്ട മുതലാളി എന്നെ ആലോചിച്ച ഡേറ്റ് പറഞ്ഞാൽ നീ ആലോചിച്ച് പറയടാ മുതലാളി ആലോചിച്ച ഡേറ്റ് പറഞ്ഞാൽ മതി ആലോചിച്ച് പറയടാ എന്നാ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരട്ടെ എന്തിനാ? ബാക്കി 4250 ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ ചേട്ടനെന്താ ഓടണേ ഓടുന്നതല്ല മോളെ ഓടിക്കുന്നതാ മീന മോളെ ഇങ്ങോടെ കാലത്തെ ഞാൻ തച്ചത് വാങ്ങാൻ ചിൽഡ്രൻ ഉണ്ടാവും ഒരു 15 രൂപ എടുക്കാൻ എന്റെ ഇല്ല 15 തേച്ചില്ലെങ്കിൽ ഒരു 14 രൂപ തന്നാ മതി ഗതി പിടിക്കൂല ഇതൊന്നും മീനെ വിളിക്കണ് എന്തിനാ കാശാ അതെന്താ കാശ് എന്താണെന്ന് അറിയൂല അല്ലേ ഇല്ല. നമ്മള് മീന്റെ കായ് നീന്റെ കാശ് മീനോട് ചോദിക്കും എന്താണ്
നീ വാങ്ങി തിന്നായി. ആ എന്നാ ആദ്യം പറഞ്ഞാ പോലെ ഞാൻ തരൂലായിരുന്നു. മുണ്ടഴിക്കരുത്, ഒന്നുമില്ല. ഉണ്ടോ ഇല്ല എന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ. അയ്യ അതല്ല, കഴിച്ച അടിയിലൊന്നും ഇല്ലെന്നാ പറഞ്ഞ. ഞമ്മടെ അടുത്ത് വേണ്ടടാ മാറേ. ഞാൻ പറഞ്ഞതല്ലേ അടിയിലൊന്നുമില്ലെന്ന്. കൊള്ളാലാടാ, അടക്കത് കണ്ടിന്യൂ ചെയ്യാട്ടാ. അയ്യോ മുതലാണ് മോളാണ് വല്ലതിന്റെ. അപ്പൊ പോയി കേട്ടാരെങ്കിലും ഒന്ന് താ. റബ്ബേ, ഇതിലൊക്കെ നമ്മൾ മീൻ പോയി പറ്റിയ മീനാ. മീൻ എടുത്തിട്ട് എന്റെ മുണ്ട് ഇങ്ങെടുത്താ. നാളെ ഇല്ലാത്ത അടക്കെന്തിനാണ് മുണ്ട്? പൊയ്ക്കോ, എന്തെങ്കിലും തന്റെ മുണ്ട് അണ്ടർവെയർ അടക്കം ഞാൻ ഊരി എടുക്കൂടെ. കാക്കേ കാക്കേ എന്താ നീലണ്ടേട്ടത്? കുളിക്ക. ഷർട്ടൊക്കെ ഇട്ടിട്ടോ? ഷർട്ടിനെ കൂടെ ഒന്ന് കുളിപ്പിക്കാന്ന് കരുതി. രാവിലെ കുറിയൊക്കെ തൊട്ട് വീട്ടിൽ വന്നാണല്ലോ. അതെ, എനിക്ക് യമകണ്ഠക ശരീരം ദോഷമുണ്ട്. ആണോ? അതുള്ളത് കൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞിട്ടും കുറി തൊടണം. ഓ. ഈ ദോഷമുള്ളവർക്ക് ആഴ്ചയിൽ 4 ദിവസം നല്ല ദിവസമല്ല, ബാക്കി 3 ദിവസം മോശ. ഓ, അപ്പൊ ശനി ഞായറോ? അന്ന് ഹോളിഡേ അവധി ദിവസം, അന്നായിട്ട് കുറി തൊടണ്ട. എന്നാലേ വേഗം കുളിച്ച് കയറിക്കോ. വേലിയർക്കാണ് വെള്ളം മുഴുവൻ വറ്റിപ്പോവും. ആണോ? പറഞ്ഞത് നന്നായി. എന്തു പറ്റി? വേലിയിറക്ക. ആ പിന്നെ നീലാണ്ടേട്ടാ? ഒരു പിന്നെ ഇല്ല. പൊക്കോ പൊക്കോ പൊക്കോ.